നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? അതെ ഗൈസ്, ഞങ്ങളെല്ലാവരും ഇന്ന് പെരുവണ്ണാമൊഴി ഡാമിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കയറുമ്പോൾ തന്നെ. പിന്നെ ഞങ്ങൾക്കാർക്കും കുട്ടികളി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പാർക്ക് കയറിയില്ല. സ്ഥലമൊക്കെ നല്ല അടിപൊളിയാണ്, പക്ഷെ ഒരു ട്രിപ്പായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയാ. ഗൈസ്, ഇവിടെ ഡാം അല്ലാതെ വേറെ ഒന്നും കാണാനില്ല, പക്ഷെ സ്ഥലം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ട് എക്കോ ടൂറിസം സെന്ററിൽ കണ്ടാൽ മത്തി ഉണക്കാട്ടമായില്ലേ, ബട്ട് ആക്ച്വലി ദിസ് ഈസ് മുതലകൾ ഗൈസ്. പിന്നെ 3 നല്ല അടിപൊളി പെരുമ്പാമ്പുകൾ ഉണ്ട്. പോരാത്തതിന് കരിമൂർക്കൻ, വെള്ളമൂർക്കൻ, രാജവമ്പാല, അത് വേറെ ഏതോ മൂർക്കൻ, ഇത് വേറെ ഏതോ മൂർക്കൻ, അവസാനം പെരുമ്പാമ്പിന്റെ മുട്ടയും. പിന്നെ ഒരു പെൺമയിലും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൂട്ടില്. ഇതിനൊക്കെ അവർ 1 മാസം കഴിഞ്ഞാൽ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പറഞ്ഞുവിടുക. തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളെ മുതലകൾ കരയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിന് 40 വയസ്സും ഒന്നിന് 25 വയസ്സാണ് പ്രായം. ശേഷം നമ്മൾ നേരെ വിട്ടത് മീൻതുള്ളിപ്പാറയിലേക്കാണ്. നമ്മൾ ആക്ച്വലി ഇവിടേക്ക് വരാനുള്ള മൂഡിലാണ് ഇറങ്ങിയത് തന്നെ. ആരും പേടിക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഞാൻ എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് തന്നെ മറന്നുപോയി. എനിക്ക് തണുപ്പായതുകൊണ്ട് ഞാൻ വേഗം കയറി അവരെ അപ്പോഴും അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാനുള്ള പരിപാടി നോക്കി. ഇങ്ങനെ പോണ വഴിക്ക് ഒരു പാലം കണ്ടപ്പോൾ അവിടെ നിർത്തിയായിരുന്നു. താഴത്തേക്ക് നോക്കിയപ്പോൾ കണ്ടതാട്ടി വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു വ്യൂ പോയിന്റ് കണ്ട് അവിടെ ഇറങ്ങി. ഇത് വീഡിയോ കാണുന്നതിനേക്കാൾ നേർക്കാഴ്ച നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഗൈസ്. ബൈ.